ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാം മുഴുനീള വേഷത്തിൽ എത്തിയ മലയാള സിനിമയാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഓസ്ലർ. അഞ്ചാം പാതിര എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മിഥുൻ ഒരുക്കിയ ഇമോഷണൽ ത്രില്ലർ ചിത്രമാണ് ഓസ്ലർ. ചിത്രത്തിൽ മമ്മൂട്ടിയും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ജയറാമിൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവായാണ് ചിത്രത്തെ എല്ലാവരും കാണുന്നത്. അബ്രഹാം ഓസ്ലർ ജയറാമിൻ്റെ തിരിച്ചുവരവായിരുന്നോ എന്ന ചോദ്യത്തിന് അത് തനിക്ക് ഉറപ്പാകണമെന്നായിരുന്നു കാളിദാസിൻ്റെ മറുപടി. മിഥുൻ മാനുവൽ തോമസിൻ്റെ കൂടെ താൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും കാളിദാസ് പറഞ്ഞു. മിഥുൻ മാനുവലിൻ്റെ കഴിവ് എത്രത്തോളമാണെന്ന് തനിക്കറിയാമെന്നും ഓസ്ലർ തുടങ്ങുന്നത് മുതൽ എല്ലാ പ്രോസസ്സിലും താൻ കൂടെയുണ്ടെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തു. അപ്പയുടെ തിരിച്ചുവരവായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നെന്നും അവസാനം അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും കാളിദാസ് പറയുന്നു. മിഥുൻ മാനുവൽ തോമസിൻ്റെ കഴിവ് എത്രത്തോളമാണെന്ന് ഇതിലൂടെ തനിക്ക് മനസ്സിലായെന്നും കാളിദാസ് കൂട്ടിച്ചേർത്തു. ഈ പടം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ആ പ്രോസസ്സിലൂടെ എല്ലാം കൂടെയുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുപോലെ സംഭവിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ അനശ്വര രാജനും അർജുൻ അശോകനും സൈജു കുറുപ്പും ഒന്നിക്കുന്നുണ്ട്. ഇർഷാദ് എം ഹസനും മിഥുൻ മാനുവൽ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ്. ഷെജീർ പി ബഷീർ, ജോസഫ് മാത്യു, ശിവഹരിഹരൻ, ശിവരാജ്, ആദം സാബിക് തുടങ്ങിയ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു.